ചില കമന്റുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇങ്ങനെ വീണ്ടും ഒരു ലൈവ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. മറുപടി ഒന്ന് പറയണം, കാരണം അതിനകത്ത് കുത്തിക്കുറിച്ച് മറുപടി കൊടുക്കാൻ എനിക്ക് സമയവും സന്ദർഭവും ഇപ്പം ഇല്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ രാവിലെ VD സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനകത്ത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ബോധ്യവും എൻ്റെ ശരിയും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ഹമീദ് ചോപ്പനങ്ങാടി എങ്ങനെയായിട്ടും പറയുന്ന ഒരു കോൺഗ്രസ്സുകാരത്തിന്, അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ ഇതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അദ്ദേഹം കറകർത്ത കോൺഗ്രസ്സുകാരത്തിന് അതിൽ തർക്കവും എനിക്കില്ല. പക്ഷെ അദ്ദേഹം വന്നിട്ട് അവിടെ ഒരു വേണ്ടാത്തൊരു കമന്റാണ് അവിടെ അടയാളപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന കാര്യത്തിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് അതിനകത്ത് കമന്റ് ഇട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റും. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് ഒരു കഥയുണ്ടാക്കി അദ്ദേഹം പഠിച്ചു വന്ന സംസ്കാരമാണെന്ന് എനിക്കറിയില്ല. അത്തരത്തിലൊരു കമന്റ് അടയാളപ്പെടുത്തിയപ്പോൾ ഞാനും അതിന് പിന്നെ തിരിച്ചൊരു മറുപടി ഞാൻ അവിടെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് കണ്ടെന്ന് കണ്ടപ്പോൾ ഞാനത് വിഡ്രോയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹമീദ് ചോപ്പനങ്ങാടിയെ പോലുള്ള അല്ലെങ്കിൽ 100 കമന്റ് വന്നതിനകത്ത് 2-3 ആൾക്കാരുടെ കമന്റ് ബാഡ് കമന്റ് ആയിട്ട് കണ്ടത്. അത്തരക്കാർ മനസ്സിലാക്കേണ്ടത്, എനിക്കിപ്പം VD സതീശനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരെയോ മോശമായി ചിത്രീകരിച്ചതുകൊണ്ടോ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടോ വ്യക്തിപരമായിട്ട് എനിക്കൊരു നേട്ടമില്ല, ഞാൻ നേട്ടം പ്രതീക്ഷിക്കുന്നുമില്ല. സ്വാഭാവികമായിട്ട് 1980 കാലഘട്ടത്തിൽ എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഞാൻ ഈ കോൺഗ്രസിന്റെ ആശയത്തിലും അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ എല്ലാ ക്ലിപ്പിനകത്തും പറയുന്നത് പോലെ ഏതെങ്കിലും പിന്നെ നേതാക്കന്മാരുടെ മുഖസൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കണ്ടിട്ടോ അല്ല. അത് കോൺഗ്രസിന്റെ ചരിത്രവും ഹിസ്റ്ററിയും ഐഡിയോളജിയും നമ്മളിപ്പം വായിച്ച് മനസ്സിലാക്കുന്ന തരത്തിൽ വായിച്ചതിന്റെ ഭാഗമായിട്ട്, അതായത് വ്യത്യസ്ത ചിന്താഗതിയുള്ള CPM-ന്റെ ആയാലും പിന്നെ സംഘപരിവാറിന്റെ ആയാലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആയാലും ഇങ്ങനെ ആശയങ്ങൾ ഞാൻ പഠിച്ചപ്പോൾ രാജ്യത്തിനും അല്ലെങ്കിൽ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഐഡിയോളജിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അപ്പൊ സ്വാഭാവികമായി ആശയത്തിലുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളൊരു കോൺഗ്രസ്സുകാരനായിട്ട് 80 കാലഘട്ടം തൊട്ട് ഈ പറയുന്ന 2025 എത്തി നിൽക്കുന്നത് വരെ ഞാൻ ആ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ട് ചില നേതാക്കന്മാരുടെ പ്രവർത്തികൾ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അത് എന്റേതായ ലാംഗ്വേജിലും എന്റേതായ ശൈലിയും ഞാൻ അടയാളപ്പെടുത്താറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം അതിന്റെ കണ്ടന്റും മെറിറ്റും മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ട് രാജ്യം മുഴുവനും കോൺഗ്രസിനെ വേട്ടയാടാൻ വേണ്ടി 1,000 പാർട്ടികളുണ്ട്, മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ അങ്ങനെ പിന്നെ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഇല്ലാതെ പച്ച കളവുകൾ കൊണ്ടുവന്ന് ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ട് കോൺഗ്രസിന്റെ വളർന്നു വരുന്ന യുവ നേതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ചില നേതാക്കന്മാർ കയറി വന്ന് ആ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ CPM-ഓ അല്ലെങ്കിൽ മറ്റു എതിരാളികളോ പറഞ്ഞ് പരത്തുന്ന ആ കടങ്കഥക്ക് ഒപ്പം നിന്ന് സഞ്ചരിച്ച് അവരെ മോശമാക്കാൻ ചിത്രീകരിക്കുന്ന പ്രവണത ശരിയല്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്തരം പരാമർശങ്ങൾ നടത്താറുള്ളത്. ഇപ്പൊ ഉദാഹരണം പറയാം, രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ വന്നു. ആ വിഷയം ഉന്നയിച്ച ഈ പറയുന്ന സ്ത്രീകൾ നിയമപരമായിട്ട് ഒരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ പേരും ആരും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ആ വാർത്തകൾ കൃത്യമായിട്ട് തന്നെ എന്റെ ജോലി പോലും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയും കൂടിയാണ്. അത്തരം ഘട്ടങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ഇതിലുള്ള ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചുറ്റിക്കറങ്ങി രാഹുലിന്റെ തലയിലേക്ക് വന്നത്. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദിക്കുമ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് അല്ലെങ്കിൽ കോൺഗ്രസിനോട് കൂറും കടപ്പാടും ഉണ്ട് എങ്കിൽ അദ്ദേഹം പറയേണ്ടത് എന്താ? നിങ്ങൾ ഈ പറയുന്ന ആരോപണത്തിന്റെ പിറകെ പോയി ഇപ്പം നമുക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. അത്തരം വിഷയങ്ങൾ നമ്മൾ കൂട്ടായി പാർട്ടി തീരുമാനിച്ച് അതിനകത്ത് സത്യമോ കഴമ്പോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ നടപടി എടുക്കാം എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ ഞാൻ അങ്ങ് നടപടിയെടുക്കും എന്ന് പറയുന്ന ഏകാധിപത്യ മനോഭാവം ഒരിക്കലും ജനാധിപത്യത്തിൽ അംഗീകരിച്ച് തരാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുക, പിന്നീട് പറഞ്ഞത് എന്താ? ഒരുപാട് വീഡിയോസുകളും ക്ലിപ്പുകളും പുറത്തായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഏതാ യുഗം? ഇത് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് മാറി 20-ാം നൂറ്റാണ്ടിലേക്ക് ലോകം എത്തിയിട്ടും നമ്മളൊരു മാറ്റങ്ങൾ, നമ്മുടെ ചിന്താഗതിക്ക് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ അതിന് പിന്നെ നമുക്ക് ആരോടാ പറയാൻ പറ്റുക? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി ബൈ ഇലക്ഷനകത്ത് ഞങ്ങള് മരണപ്പെട്ടു പോയ പിന്നെ എന്താ പറയാ ആര്യാട് മുഹമ്മദ് സാറിന്റെ അതേ ട്യൂണിൽ, അതേ ഭാഷയിൽ, അതേ ലാംഗ്വേജിൽ, അതേ ശബ്ദത്തിൽ ഒരു പിന്നെ വോയിസ് ഞാൻ കേട്ടു.
അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി, ഇത് പിന്നെ ആര്യാട് മുഹമ്മദ് സാറിന്റെ വോയിസ് തന്നെയാണ്. അദ്ദേഹം മരണപ്പെട്ടുള്ളൂ, പിന്നെ ഇങ്ങനെ ഒരു വോയിസ് വന്ന് എന്ന് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അതേ ടൂണിൽ തന്നെ മറ്റൊരാൾ സംസാരിക്കുന്നതാ എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ശബ്ദം പോലും അനുകരിച്ച് അതുപോലെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വോയിസ് ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിനെന്ന് ഉറപ്പിച്ച് പറയാൻ എങ്ങനെയാ നമുക്ക് കഴിയുക? അപ്പൊ എതിരാളികൾ നമ്മളെ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നതിന്റെ എത്രമാത്രം ഉദാഹരണങ്ങളുണ്ട് നമ്മളെ മുമ്പിൽ ഇല്ലേ? അതല്ലേ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്ന കാലം തൊട്ട്, വിൻസെന്റിനെ വേട്ടയാടിയ കാലം തൊട്ട്, പിന്നെ നമ്മളെ പിന്നെ മറ്റൊരു MLA ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി, പിന്നെ എറണാകുളത്ത് മത്സരിച്ച ആ MLA തൊട്ട് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇവരെ വരിയായിട്ട് വന്നിട്ടില്ലേ? അപ്പൊ അതൊക്കെ ശരിയാണോ? പിന്നീട് കോടതി പോലും അത് തള്ളിക്കളഞ്ഞില്ലേ? അത് ശരിയല്ല, അത് സത്യസന്ധമല്ല, അത് രാഷ്ട്രീയ എതിരാളികൾ പടച്ചുണ്ടാക്കുന്ന കഥകളാ എന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് പോലും പറയേണ്ടി വന്നിട്ടില്ലേ? അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഉന്നയിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ താൻ പോരിമ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള നിയമ സംവിധാനത്തിലേക്ക് കൂടി പോയി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കട്ടെ. ഇവിടെ ആരോ തർക്കം പറയുന്നത്, അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഈ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു സപ്പോർട്ട് ചെയ്യാതെ മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി അങ്ങ് വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അനുവദിച്ച് തരാൻ കഴിയത്തേ ഇല്ല. അത് ഞങ്ങൾ പറയുമ്പോൾ അത് നീ മറ്റേ ഗ്രൂപ്പിന്റെ ആളാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആളായിട്ടാണ് അദ്ദേഹത്തിന് എന്താ ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ എനിക്ക് ആരുടെ ആളായി നിന്നിട്ട് എന്താ വ്യക്തിപരമായിട്ട് എനിക്ക് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതിനകത്ത് ഒരു നേട്ടവും എനിക്കില്ല. എന്റെ സമയവും സന്ദർഭവും എന്റെ MPയും നഷ്ടപ്പെടുത്തുക എന്നതിന് അപ്പുറത്തേക്ക് എന്താ ഉള്ളത്? പിന്നെ ചില ആളുകളുടെ ചോദ്യങ്ങൾ, നമ്മൾ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ AICCയുടെ പ്രസിഡന്റ് ആണോ, KPCCയുടെ പ്രസിഡന്റ് ആണോ, നീയാണോ പാർട്ടി, ഇങ്ങനെയൊക്കെ അബദ്ധചടിലമായ വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്ത് ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ അഭിപ്രായം പറയാനും അത് അടയാളപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇപ്പൊ ഞാൻ ചോദിക്കാം, ലോകത്ത് നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ മാധ്യമങ്ങൾ അതിചർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഇപ്പൊ ഇറാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്താ ഇറാനിന്റെ തലപ്പത്തിരുന്ന അവിടുത്തെ രാജാവ് വന്നിട്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി വന്നിട്ടാണോ ഇവിടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? അതെയോ? എന്താ പിന്നെ ആ ചർച്ച ചെയ്യുന്നവരോ നിങ്ങൾക്ക് ചോദിക്കാതെ നിങ്ങളാണോ ഇറാന്റെ പ്രസിഡന്റോ ഇറാന്റെ കാര്യം ചോദിക്കാൻ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇനി രാജ്യത്ത് നടക്കുന്ന ഒട്ടനവധി വിഷയത്തിനകത്ത് തന്നെ ഒരു കുലബന്ധം പോലും ദേശീയ തലത്തിൽ ഇല്ലാത്തവരൊക്കെ വന്നിട്ട് ഇവരെ ചർച്ച ചെയ്യുമ്പോൾ നീയാരുടെ BJPന്റെ കാര്യം പറയാൻ BJPന്റെ സ്റ്റേറ്റ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ പ്രസിഡന്റോ എന്ന് ആർക്കെങ്കിലും ചോദിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അതൊക്കെ അബദ്ധചടിലമായ വിവരം ലവലേശം തൊട്ട് തീണ്ടാത്തവരാളുകൾ അത്തരം എന്താ ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാഹുൽ കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട തർക്കമില്ല. പക്ഷേ ആരോപണത്തിന്റെ പറയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ വേണ്ടി ആരെങ്കിലും സ്വന്തം കൂട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോൾ അഗണമായ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് അതിന് ഞാൻ എതിർക്കുക തന്നെ. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടാ. അതുകൊണ്ട് ഈ ഹമീദ് ചാപ്പനങ്ങാടിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ കാര്യങ്ങളും കണ്ടന്റും മെറിറ്റും കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കിന്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ മറുപടി പറയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കോൺഗ്രസിന്റെ ഇത് അളക്കാനോ ക്വാളിറ്റി അളക്കാനോ നിങ്ങൾ ആരും വരുവും വേണ്ട, മുന്നോട്ട് വരുവും വേണ്ട. അതിനൊന്നും ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് അതിനൊന്നും നിങ്ങളായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏത് സ്പേസിൽ എവിടെ ഏത് രാജ്യത്തെത്തിയാലും ഏത് ഇൻഡസ്ട്രിക്കകത്തെത്തിയാലും അവിടെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് ഞാൻ എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കാറുണ്ട്. അതിന്റെ ഉദാത്തമായ തെളിവ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ഞാൻ എന്റെ ജീവിതത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലെടുക്കാൻ പോയപ്പോഴും അവിടെ റാന്തൂല എന്ന് പറയുന്ന ഞങ്ങളെ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ലോകസഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി റായ്ഗാഡ് ജില്ലയിലെ ഗൊളാബ എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്തിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ് ആ കാലഘട്ടത്തിൽ. അറിയണം നിങ്ങൾ. പിന്നെ അതിനപ്പുറത്തേക്ക് തന്നെ കോൺഗ്രസിന്റെ ഹിസ്റ്ററിയും ചരിത്രങ്ങളും പഠിക്കാൻ വേണ്ടി എന്റെ കീശയിൽ നിന്ന് കാശെടുത്ത് പല സ്റ്റേറ്റിനകത്തും പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ചില ആൾക്ക് ചില എന്താ പറയുന്നത് ചില ആവേശങ്ങളും അടിമ ലഹരിയൊക്കെ ഉണ്ടാവും. ഞാനൊരു കോൺഗ്രസ് പാർട്ടിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാ. അത് വ്യത്യസ്ത ചിന്താഗതി മറ്റുള്ളവർക്ക് ഉണ്ടാവാം. പക്ഷെ എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്നത് അമ്മ കുറ്റം പറയാനാ വരുന്നത്, തെറി പറയാനാ വരുന്നത് എന്ന് പറയുന്ന ആ വാദം നിങ്ങൾ മുന്നോട്ട് വെക്കുകയേ വേണ്ട. ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാനൊരു ലഹരിയും ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ പറയുന്നത് എന്റെ ബോധ്യം എന്റെ ശരിയല്ലേ. എനിക്ക് നിങ്ങളെ ശരി എനിക്ക് പറയാൻ പറ്റുമോ?
പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല വിയോജിപ്പോ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രാഷ്ട്രീയപരമായിട്ട് അതിന് മറുപടി പറയാ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പാവും താവും കാവും കൂട്ടിയിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാലൊന്നും ഞാൻ എന്റെ നിലപാടെന്നോ അല്ലെങ്കിൽ എന്റെ ആശയത്തിൽ നിന്നോ ഒരടി പോലും ഞാൻ പുറകോട്ട് പോകത്തില്ല. പിന്നെ അത്തരക്കാർക്ക് മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. നിങ്ങൾ പ എഴുതുമ്പോ പപ്പ എഴുതാനും എനിക്കറിയാം. നിങ്ങൾ കു എഴുതുമ്പോ കുക്കൂന്ന് എഴുതാനും അതിന് അങ്ങനെ തന്നെ മറുപടി പറയാനും നല്ല ബോധ്യവും നല്ല ധാരണയും എനിക്കുണ്ട്. പിന്നെ ഞാൻ എനിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനുള്ള മനോധൈര്യവും ഇച്ഛാശക്തിയും എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എന്റെ മുഖം വെച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഫേക്കടിയിൽ വന്നിട്ട് ഒരു കാര്യം നാളെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കാര്യം എന്താ, പറയുന്നതിനകത്ത് വ്യക്തത ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇനി അതിനകത്ത് വല്ല വിഷയങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റോ കഴിവോ എനിക്കുണ്ട്. ആ ബോധ്യം എന്നെ ഉള്ളിടത്തോളം കാലം എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ രാജ്യം തന്നെ ഫണ്ടമെന്റലി റൈറ്റ് ഉണ്ട്, എന്റെ അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ മുകളിൽ ആരും കൈകടത്താനൊന്നും വരണ്ട. ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കൊരു നേതാക്കന്മാരോട് അമിതമായിട്ടുള്ള വിധേയത്വോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിദ്വേഷമോ എനിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഘട്ടം വരെ അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഉള്ളിടത്തോളം കാലം വരെ എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. അത് ഏതൊക്കെ സ്പേസിൽ കിട്ടുന്നുണ്ടോ ആ സ്പേസിലൊക്കെ എന്റെ മുഖങ്ങൾ ഉണ്ടാകും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിനകത്ത് എതിരെ അഭിപ്രായമുണ്ടെങ്കിൽ ആ തരത്തിൽ പറയാന്നല്ലാതെ ഞാൻ നിങ്ങളെ ആരും വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സാധാരണ പ്രവർത്തനം ഇല്ലേ ഇല്ല. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥാനത്തിന് യോഗ്യത അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നത്. അല്ലാതെ ഞാൻ സാധാരണക്കാരെ വിമർശിക്കാറുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യം. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, VD സതീശൻ നാളെ മാറി മറ്റൊരാളവിടെ വന്ന് അവിടെ അവകാശ വീഴ്ചകളോ തെറ്റുകളോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ശരിയല്ല ഞാൻ പറയാം, എന്റെ ശരി ഞാൻ പറയും. മനസ്സിലായ? അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും കാണണ്ട. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടാ. ഞാൻ അതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പറയുന്നവനല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവന് പിന്നെ എന്താ പറയുക, ഇങ്ങനെ തെറ്റ് ചെയ്യാതെ തെറ്റിന് തെളിയട്ടെ, അതിനുശേഷം ക്രൂശിക്കുക. അല്ലാതെ അങ്ങനെ ക്രൂശിക്കാന്ന് വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് പറയുന്നുള്ളൂ. റാഫി മുഹമ്മദ്, ഞാൻ അത്തരം ചിന്താഗതി വെക്കുന്നവനേ അല്ല. പാശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്തരം പാർട്ടിക്കകത്തുള്ളവരാ. അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ ലൈഫിലെ ഒറ്റക്ക. ഞാനൊരാളെ കൂട്ടുപിടിക്കാറുമില്ല, എനിക്ക് അതിന്റെ ആവശ്യവും. കാരണം ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന എന്റെ ആശയം ശരിയാണെന്ന് എന്റെ ബോധ്യം ഉള്ളിടത്തോളം കാലം അതിൽ നിന്ന് ഒരടി പുറകോട്ടോ ഒരടിക്ക് മുന്നോട്ടോ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായ? അത്രയേ റാഫി എനിക്ക് ആ ചോദ്യത്തിനുള്ള മറുപടിയുള്ളൂ. അല്ല, ഞാനിപ്പോ ഈ ഓൺലൈനിൽ നിൽക്കുന്ന സമയത്ത് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം, ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ 1 മണിക്കൂറും കൂടി ജോലി കുറച്ച് എന്താ പറയാ റെസ്റ്റ് എടുത്തിട്ടായില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് മറുപടി പറഞ്ഞിട്ട് തന്നെ പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്ന കാര്യങ്ങൾ എന്താണോ അതിന്റെ കണ്ടന്റും മെറിറ്റും മനസ്സിലാക്കാതെ കേൾക്കാതെ വാതി വന്ന് ചില കുത്തിക്കുറിക്കുന്ന കമന്റുകളുണ്ട്. ഞങ്ങളെ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസിനെ എതിർക്കുന്നവരോ കമന്റ് ഇട്ടത് ആ വഴിക്ക് ഞാൻ അങ്ങ് വിടും. പക്ഷെ അതിനപ്പുറത്തേക്ക് തന്നെ കൂട്ടത്തിലുണ്ടാക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ കുതികാലി വെട്ടാൻ ശ്രമിക്കുന്നത്, അതേ തരത്തിൽ ന്യായീകരിച്ചിട്ട് എന്നെ വേട്ടയാടാൻ വേണ്ടി വരുന്ന സ്വന്തം പാർട്ടിക്കകത്തുള്ളവർക്ക് മറുപടി പറയാ. എന്താണ് എന്റെ ഉദ്ദേശം, എന്റെ ലക്ഷ്യം എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ ലൈവ് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതി ചോദിക്കും. ഞാൻ ഇത് ഓഫാക്കിയതിന് ശേഷം വന്നിട്ട് അവിടെ വന്ന് കുത്തിക്കുറിക്കാൻ നിൽക്കല്ല. ഓക്കെ? അല്ല, പിന്നെ ചില ആൾക്കാരുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിതിങ്ങനെ പറഞ്ഞ എനിക്കെന്തോ വ്യക്തിപരമായിട്ട് വല്ല നേട്ടം ഉണ്ടെന്നാ. പ്രിയപ്പെട്ടവരെ, എനിക്ക് അങ്ങനെ ഒരു നേട്ടവും ഇല്ല. പിന്നെ ഞാൻ തെറി കേൾക്കുക എന്നതാണ് മെച്ചം കേട്ടാ. ഞാൻ യൂട്യൂബ് ഉണ്ടാക്കി അതിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വ്യക്തിയും അല്ല.
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കൂടി എന്തെങ്കിലും റവന്യൂ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പറയുന്നതുമല്ല. ഞാൻ ആകെ പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ട് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തെറ്റ് തിരുത്തൽ. ഈ പാർട്ടിക്കകത്ത് തന്നെ തിരുത്തൽവാദികൾ ഉണ്ടായിട്ടില്ലേ? മുൻകാലങ്ങളിൽ ഇതേ പ്രതിപക്ഷ നേതാവിലെ അടക്കം തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വന്തം പാർട്ടിക്കകത്തുള്ള മുഖ്യമന്ത്രിയെ പോലും വിമർശിച്ച അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരിവശം വെച്ചിട്ടായിരിക്കാം അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടാകുക. ഞാൻ കുറ്റം പറയുന്നില്ല, പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു യഥാർത്ഥത്തിൽ ഒരു ഭരണപക്ഷത്തിന് മുന്നോട്ട് പോകുന്ന അതിനകത്ത് തന്നെ എന്താ പറയുക, വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാവണം. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം പറഞ്ഞിട്ടില്ലേ? ഞാൻ വിമർശനത്തിന് അപ്പുറത്ത് നിൽക്കുന്നവരല്ല. വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പറയണം, അത് ചൂണ്ടിക്കാണിക്കണം, എങ്കിലേ ആ വീഴ്ചകൾ തിരുത്താൻ പറ്റൂ എന്നുള്ള കാര്യവും നിലപാടുമുള്ള നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ നിങ്ങളെ ഭാവനക്കനുസരിച്ച് വന്ന് കഥയുണ്ടാക്കിയിട്ട് കുത്തിക്കുറിക്കല്ലേ വേണ്ട. പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ ശ്രദ്ധിക്കുക, പറയുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. മനസ്സിലായ? അല്ലാതെ നിങ്ങൾ ഇവിടെ നീ ആരാടാ പറയാൻ, നീ ആരാടാ ചോദിക്കാന്ന് ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കുന്നവർ തിരിച്ചും മറുചോദ്യം ഞാൻ അങ്ങോട്ടും ചോദിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിനൊന്നും മറുപടി പോലും അർഹിക്കുന്നില്ല എന്നതുകൊണ്ടാ. മനസ്സിലായ? മാക്കൂട്ടും ജയിലിലേക്കോ എവിടെയെങ്ങും പോവാതിരിക്കുക എന്നല്ല വിഷയം. ഇപ്പം വരുന്ന ഈ അലിഗേഷന്റെ യഥാർത്ഥത്തിലുള്ള അന്വേഷണം അന്വേഷിച്ച് അതിന്റെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തട്ടെ. അതിനുശേഷം ജയിലിലോ എവിടെ പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ ആരോപണത്തിന്റെ പുറത്ത് ഒരാൾക്കും രേഖാമൂലം പരാതി കൊടുക്കാത്ത കാലത്തോളം നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ തെറ്റുകാരനെ ചിത്രീകരിക്കാൻ കഴിയുക? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, CPM പ്രകടനമൊക്കെ ഉണ്ടാവും, BJP ഉണ്ടാകും, അതിലിപ്പോ തർക്കുന്ന അതിലേക്ക് നമ്മൾ അതിജീവിക്കണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഞാനൊരു കണ്ടൊരു വീഡിയോ ഉണ്ട്, എനിക്ക് വലിയ ആത്മാഭിമാനം തോന്നിയിട്ടുണ്ട്. കണ്ണൂരിന്റെ DCC ഓഫീസിലേക്ക് ഈ ഇടതുപക്ഷത്തിന്റെ DYFIയുടെ നാറികൾ അങ്ങ് സമരം ചെയ്യാൻ വേണ്ടി ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് അങ്ങടേക്ക് പോവുക, ഓഫീസിൽ ആക്രമിക്കാൻ വേണ്ടി, അതിനെ ചൂട്ടുപിടിക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസുകാരെ പോയിട്ട് ഗേറ്റ് അടക്കുക. ഉടനെ തന്നെ ഞങ്ങളുടെ DCC പ്രസിഡന്റ് വന്നില്ലേ, തുറക്കട ഗേറ്റ് എന്ന് പറഞ്ഞ്. ആരാ ഗേറ്റ് അടക്കാൻ? ഗേറ്റ് DCCയുടെ പ്രസിഡന്റ് അടക്കുന്ന പറഞ്ഞ്. എന്താ അത്? തന്റെ ഇടല്ലേ? അതല്ല ആണത്തല്ലേ? അങ്ങനെയാ വേണ്ടത്. അല്ലാതെ എതിരാളികൾ ഇവിടെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനെ കൂട്ടുപിടിച്ചിട്ട് അങ്ങ് രാജിവെപ്പിച്ചിട്ട് ഈ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് ശരി എന്ന തരത്തിലേക്ക് മറ്റ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ മനസ്സിലേക്ക് അത് ഇട്ടുകൊടുക്കുന്നത് പാർട്ടിക്ക് എത്രമാത്രം ഗുണകരമാണ് അല്ലെങ്കിൽ എത്രമാത്രം ദോഷകരമാണ് എന്ന് ഈ എനിക്കെതിരെ കമന്റ് ഇടുന്ന കമന്റോളികളൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായ? അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്കിപ്പം സതീശിനെ കുറെ കുറ്റം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ രമേശ് ചെന്നിത്തല കുറ്റം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ കെ സുധാകരനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എനിക്കെന്റെ ചോറ് കിട്ടത്തൊന്നുമില്ല, എനിക്കതിന് വലിയ നേട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ അറിയാതെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം ഇങ്ങനെ തകർന്നത്? ഈ പ്രസ്ഥാനത്തിനെ പരാജയപ്പെടുത്താൻ ഇവർക്കേ കഴിയൂ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എല്ലാ ഘട്ടത്തിലും നിങ്ങളടുത്ത് പരിശോധിക്ക്. 2-3 പെണ്ണുങ്ങളെയും കൊണ്ടേ വെച്ചിട്ട് എന്നാ പറഞ്ഞ പെണ്ണുങ്ങളോട് മാധ്യമങ്ങളിലേക്ക് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവനിങ്ങനെ ബാഡ് മെസ്സേജ് അയച്ചതാണ്, അതിനൊന്നും എന്ന കണ്ടീഷൻ ആക്കാൻ ഒരു മാറ്റം വരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അതും ആളെ പേര് പറയുന്നില്ല. എന്നിട്ട് പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഒരു ഡയലോഗ് കൂടി പറഞ്ഞു, എന്റെ മകളായി കാണുന്നവൾ എനിക്കൊരു പരാതി തന്നിട്ട് ഞാൻ അതിന് നടപടി എടുക്കട്ടെ. എന്റെ ഇനി മകളെന്ന് വെക്കുക. ഒരു മറ്റൊരാളെ കൊണ്ട് അകാരണമായിട്ട് അവരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതിയോ അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അപ്പാടും അവനെ ക്രൂശിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കുക, എനിക്കും മകളുണ്ട്. നാളുകളിൽ എന്റെ മകൾക്ക് ആരോടെങ്കിലും പുറത്തൊരു വിദ്വേഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എന്റെ മകൾ വന്നിട്ട് പറയുന്നത്, വാപ്പ എന്നോട് അവൻ അങ്ങനെ ചെയ്ത്, ഒരുപക്ഷെ അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാനത് കേട്ടപ്പോൾ മകളാണ് അത് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് ശരിയാന്ന് വെച്ചിട്ട് ഞാൻ അവനെ ക്രൂശിക്കാൻ പാടുണ്ടോ? അപ്പൊ അവരോട് ചോദിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അതും കൂടി ചോദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഞാനത് ചോദിച്ചിട്ട് തെറ്റാണോ ശരിയാണെങ്കിൽ മകളായാലും നമ്മൾ നടപടി എടുക്കണം. അല്ലാതെ ഇപ്പൊ അന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു എന്നോട് മകളെ പോലെ ഞാൻ കാണുന്ന വ്യക്തിയാണ്, അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞപ്പോഴും എനിക്കത് നടപടി എടുക്കേണ്ടി വരും എന്ന് പറയുമ്പോ ഇപ്പഴും നിൽക്കുന്നത് ആരാ ഇപ്പഴും നിൽക്കുന്നത്? കോൺഗ്രസിന്റെ യുവരക്തല്ലേ? കോൺഗ്രസിന് വേണ്ടിയിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഒരുപാട് പീഡനങ്ങളും ക്രൂരതകളും പോലീസിന്റെ വാക്കത്തൊക്കെ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനല്ലേ നമ്മൾ കണ്ടതല്ലേ? അല്ലേ? അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് അല്ലേ MLA സ്ഥാനം? ഈ പറയുന്ന വ്യക്തിന്റെ മാത്രം ഇതുകൊണ്ടാണോ? അതൊന്നുമല്ലല്ലോ. അപ്പൊ എന്താ പറയേണ്ടത്? അങ്ങനെ ഉണ്ടോ? ആ പരാതി കൊണ്ടുപോവാ, ഞാൻ അദ്ദേഹത്തോടും കൂടി ചോദിക്കട്ടെ, വിളിക്കുക, പാർട്ടി മൊത്തം വിളിക്കുക, കമ്മിറ്റി വെക്കുക, ചർച്ച ചെയ്യുക. എന്താ ഇതിനകത്ത് ഇങ്ങനെ നീചസ്ഥിതി ഉണ്ടോ രാഹുല്? എന്താ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിക്കട്ടെ.
അതൊന്നും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ ആ നടന്നു പോകുന്ന വഴിയിൽ തന്നെ അയാൾ അങ്ങ് പ്രഖ്യാപിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇദ്ദേഹം മാധ്യമങ്ങളോടൊന്നാ പറയേണ്ടത്. അങ്ങനെ ഒരു ന്യൂസ് സ്പോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്കിതിനെപ്പറ്റി വലിയ വിവരം ഇല്ല. ഞാനത് അവരുമായി പഠിക്കട്ടെ, അല്ല അന്വേഷിക്കട്ടെ. പാർട്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, DPCCയുടെ അധ്യക്ഷനുണ്ട്. ഇവരൊക്കെ കൂടി ഞങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരാം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നില്ല. പാർട്ടിക്ക് ആ നിലപാടില്ല. പക്ഷെ അതിന്റെ സത്യങ്ങളും നീചസ്തുതിയും പുറത്തു വരട്ടെ. നിങ്ങൾ ഈ പറയുന്നത് കേട്ട് നമുക്കിപ്പോ ഒരു നടപടി എടുക്കാൻ കഴിയത്തില്ല എന്ന് പറയേണ്ടതിന് പകരം അയാൾ എന്താ പറയുന്നത്? എനിക്ക് മകളെ പോലുള്ള ഒരു കുട്ടി വന്ന് പരാതി തരുമ്പോൾ ഞാൻ പിന്നെ നടപടി എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നതിനകത്ത് എന്ത് ലോജിക്കാണ്? നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്കും എന്റെ ശബ്ദം ശ്രമിക്കുന്നവർക്കുണ്ടാവുമല്ലോ, മക്കളും അല്ലെങ്കിൽ സഹോദരിമാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഇപ്പൊ ആരെങ്കിലും വഴിപോക്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് മറ്റേതെങ്കിലും വിധത്തിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ അത് വന്നിട്ട് വീട്ടിൽ ആ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വീട്ടിൽ വന്ന് പറയാ. അപ്പം വീട്ടുകാർ പോയിട്ട് അവരെ ഈ കൈമൊന്നും ചെയ്യാത്ത ഇവരെ ക്രൂശിക്കുക. അതൊക്കെ ശരിയാണോ? ഇപ്പൊ ഞാൻ ഉദാഹരണം ശബ്ദത്തിന്റെ കാര്യം ഞാൻ പറയാം. ഒരു കാലഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ അതേ ട്യൂണില് അതേ വോയിസിനകത്ത് ഒരു വ്യാജ പ്രചരണം നാട് മുഴുവൻ അങ്ങ് പ്രചരിച്ച് ഇല്ലേ? വോയിസ് ആയിട്ട് നമ്മളൊക്കെ കേട്ടതല്ലേ? അവസാനം അദ്ദേഹം പറഞ്ഞു ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുസ്ലിം ലീഗ് എന്ന സംഘടന ഒറ്റക്കെട്ടായി നിന്ന് അതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച് അവസാനം അത് കണ്ടെത്തിയില്ലേ? അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്നില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അത്രയും വോയിസ് കേട്ടിട്ട് പിന്നെ അതിന്റെ മറ്റേതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞു ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങ് പുറത്താക്കുന്നു, ഇത് കോൺഗ്രസ് അല്ലെ മുസ്ലിം ലീഗ് വേറൊരു പാർട്ടിയാണ് എന്നവർ പറയാൻ ശ്രമിച്ചോ? ഇല്ല. അവർ സമാധാനപ്പെട്ട് എത്ര പ്രക്ഷോഭം ഉണ്ടായാലും അതിനൊക്കെ തള്ളി മാറ്റി അതിന്റെ നീചസ്ഥിതി അറിയാൻ മാസങ്ങളോളം അതിന്റെ പുറകെ നടന്നു. അവർ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തി, അതിനുശേഷം അതിനുള്ള നടപടിയെടുത്തു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലേ? അതുപോലെ തന്നെ CPM-ന് എത്രമാത്രം ആരോപണങ്ങൾ, എത്രമാത്രം അലിഗേഷനുകൾ, എത്രമാത്രം ക്ലിപ്പുകൾ പുറത്തു വന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരോ സ്റ്റേറ്റ് സെക്രട്ടറിയോ ഇങ്ങനെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവർ കിടാൻ വേണ്ടി ശ്രമിച്ചോ? ഇല്ലേ, ഇല്ല. അവരും പറഞ്ഞതെന്താ? കോടതി തെളിയിക്കട്ടെ. അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചതിന് ശേഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഞങ്ങൾ നടപടിയെടുക്കും. അതിന്റെ മുമ്പ് നിങ്ങൾ ഈ കേരളം മടിമറിച്ചാലും ഞങ്ങൾ ഒരു പുല്ലിന് പോലും വില കൽപ്പിക്കത്തില്ല എന്ന് നട്ടൽ നിവർത്തി പറഞ്ഞില്ലേ? എന്നിട്ടെന്ത് ആ പാർട്ടി കേരളത്തിൽ ഇല്ലാണ്ടായോ? ആ പാർട്ടി ഇതിനെ തുടർ ഭരണം ഉണ്ടാക്കി ഇപ്പം ഭരിക്കുന്നത് അല്ലേ? അല്ല, നിങ്ങളോ? കൂട്ടത്തിലുള്ളവർക്ക് ഒരു ആരോപണം അങ്ങ് വരുമ്പോഴേക്ക് അതിനെങ്കിലും ഉമ്മൻചാണ്ടിന്റെ സാറിന്റെ ഭാര്യയ്ക്ക് പോലും ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് പ്രസംഗത്തിനകത്ത് പറയേണ്ടി വന്നത് ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് ആ വയോവൃദ്ധനായ മനുഷ്യൻ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ പോയി സമാധാനിപ്പിക്കാൻ ഒരു നല്ല വാക്ക് പറയാൻ പോലും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ വളരെ എന്താ പറയേണ്ടത് വികാരവതിയായിട്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതും ഈ സമൂഹം കണ്ടിട്ടില്ലേ? എന്ന ഏതെങ്കിലും CPM-ന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ ഭാര്യക്കോ അങ്ങനെ പറയേണ്ട ഒരു ഗതികേടുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണൻ സാറെ ഇതുപോലെ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിനകത്ത് മറ്റുള്ള പാർട്ടിക്കാരും ഞങ്ങൾ അടക്കം വേട്ടയാടുമ്പോഴും ആ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു. ആ പറയുന്ന മനുഷ്യനെ സമാധാനിപ്പിച്ചു. ആ വീട്ടിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്തു. ഇല്ല, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് അവസാനം എന്താ ചെയ്തത്? അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം മനുഷ്യായോഗത്തിൽ ഇതേ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ അടക്കം പങ്കെടുത്തിട്ട് ആ ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പറയേണ്ട സാഹചര്യം ഉണ്ടായോ? ഇല്ല. എന്താ ആ ഘട്ടത്തിൽ വിഷമഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തി, അവരെ സംരക്ഷിച്ചു. ആലിഗേഷനല്ല, ലോകം തന്നെ അങ്ങ് അടിയപ്പെടട്ടെ, അതിന്റെ മുകളിലൂടെ നടന്നു പോകും അവര് സംരക്ഷിക്കാൻ വേണ്ടി. അതാ നിലപാട്, അതാ പാർട്ടിന്റെ ഐഡിയോളജി വേണ്ടത്. അല്ലാതെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരുത്തനിക്കെതിരെ ആരെങ്കിലും ഒരു വഴിപോക്കൻ അലിഗേഷൻ പറയുമ്പോ അതിന്റെ സത്യങ്ങളോ അതിന്റെ മെറിറ്റോ മനസ്സിലാക്കുന്നതിന് പകരം ഞാനെന്തോ സംഭവമാണ്, ഞാൻ ഇവിടുത്തെ സത്യസന്ധമായിട്ട് ഭൂമി ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചിന്ത വെച്ചിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല.
അതിനെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അത് പറയുമ്പോ ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് വിദ്വേഷം ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിട്ടാണ് എന്നൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. അദ്ദേഹത്തിനോട് വിദ്വേഷം വെച്ചിട്ടും എനിക്കൊരു കാര്യമില്ല, അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ട് ചേർത്ത് നിർത്തിയതും എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യമില്ല. ഞാൻ ഇന്ന് കാലത്ത് ജോലിക്ക് പോയാൽ എന്റെ കുടുംബം കഴിയും, മനസ്സിലായ, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും ഒരു നേട്ടം എനിക്കില്ല. ഇന്ന് വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു 10 പൈസന്റെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും അകാരണമായിട്ട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നേട്ടങ്ങളോ ഞാൻ ഇവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ മകളുടെ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് പോലും, സീറ്റിന് വേണ്ടിയിട്ട് പോലും ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ല. കാരണം എന്താ, എനിക്ക് എന്റെ ആവശ്യമില്ല. പുതിയ തമ്പുരാൻ എനിക്ക് കഴിവും എന്റെ പ്രാപ്തിയും എന്റെ ശക്തിയും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് രാജ്യത്ത് കിട്ടേണ്ട പ്രിവിലേജ് ഞാൻ നേടിയെടുക്കും. അത് മറ്റൊരാൾ സീറ്റൊന്നും വേണ്ട. കാരണം എന്റെ മനസ്സിനകത്ത് കളങ്കയില്ല. ഞാൻ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവരല്ല. അപ്പൊ എനിക്ക് എന്റെ നിയമം അനുവദിച്ചു തരുന്ന ഉള്ളിലെ കൂടി തന്നെ പോയിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നേടുന്നവനാ. അല്ലാതെ ഇവരെയൊക്കെ ഇന്ന് കഴിയുമ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെങ്ങ് സംരക്ഷിച്ച് കളയുന്നുള്ള ധാരണയോ ഇല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ആകുമ്പോൾ. ഇതല്ല മറ്റേതെങ്കിലും പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവരൊന്നും ഇല്ലെങ്കിൽ സഹായിക്കാനെങ്കിലും വന്നാണിയും. പക്ഷെ ഇത് അതുപോലെ ചെയ്യില്ല. ഇവന്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തനം അങ്ങനെയാ. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു 10,000-അപ്പുറത്തേക്ക് എന്റെ വീഡിയോസ് ആരും കാണല്ലേ എന്ന് ഞാൻ ഉടേ തമ്പുരാണ്ട് പ്രാർത്ഥിക്കുക. കാരണം എന്താ അറിയോ, അതിന് മുകളിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രസ്ഥാനത്തിലുള്ള നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് കുരുവട്ടും. ഞാൻ എന്തോ വലിയ ആളായിപ്പോയോളി, ഇവർക്കെന്തോ നേട്ടമുണ്ടോളി എന്നുള്ള ചിന്ത പിന്നെ അവരെ മാറ്റി ചിന്തിക്കുന്നത്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അതുപോലും ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവനായാൽ. പിന്നെ ഇന്ന് ഈ വിഷയവുമായി നിങ്ങളോട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വീകരിച്ച ഈ നിലപാടിന്റെ പുറകെ 10,000-കണക്കിന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു നട്ടവുമില്ലാത്ത സാധാരണ എന്നെപ്പോലത്തെ അടിത്തട്ടിലെ പ്രവർത്തകർ എനിക്ക് പിന്തുണയുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശബ്ദം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായ? അപ്പൊ അതൊന്നും വെച്ചിപ്പോ ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചുള്ള സാങ്കേതിക വിദ്യ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി ഇതൊക്കെ വെച്ച് കാണിക്കുമ്പോൾ പിന്നെ അതിന് പറഞ്ഞിട്ടാകും കാശിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറ്റം പറയുന്നുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പരിപാടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ, കേട്ടാ? ഓക്കെ, അതുകൊണ്ട് എന്നെ പാവും താവും മാവും കൂട്ടി വിളിച്ചിട്ടോ കമന്റ് ഇട്ടത് കൊണ്ടോ ഒന്നും ഞാൻ അടങ്ങാൻ പോകുന്നില്ല. എന്റെ അവസാന ജീവിതത്തിന്റെ അവസാനം വരെ ഒരൊറ്റ മുഖം വെച്ചിട്ട് തന്നെ ഞാൻ മൂവർത്തത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആരും ഔദാര്യവും വേണ്ട, ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. ഞാൻ എന്റേതായ ലൈനിലെ കൂടി, എന്റെ പാത എന്റെ ശരിയാ, ആ ശരിയിലെ കൂടി മാത്രമേ സഞ്ചരിക്കൂ. അതിനകത്ത് ആ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് അഭിമുഖീകരിക്കാനുള്ള തന്റേടോ ആർജവോ അതിനുള്ള കഴിവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല, മനസ്സിലായി? അത്രയേ ഞാനിപ്പം ഈ കമന്റുകളോട് എങ്ങനെ ഒന്നും ചിന്തിക്കാതെ ബാഡ് കമന്റ് ഇടുന്ന കമന്റുകളോട് പറഞ്ഞു വെക്കുന്നുള്ളൂ. ഓക്കെ, ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഞാൻ പോയ ശേഷം പിന്നെ കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ മെസ്സഞ്ചറിൽ കമന്റ് വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് മെസ്സഞ്ചറിൽ നോക്കാം. ഓക്കെ, പിന്നെ ഒരു മെസ്സഞ്ചറിൽ എന്റെ പേര് ഞാൻ മറന്നുപോയി. മോനെ അതിനകത്ത് എഴുതി ചോദിച്ചു, ഞാനിപ്പോ നിങ്ങളോട് പറയുന്നേ, ഞാൻ എന്താ മോനെ നീ ആരാടാ രമേശ് ചെന്നിത്തല പറയാനെന്നൊക്കെയാണ് എന്റെ ചോദ്യം വന്നത്. ഞാൻ ആ പുള്ളിയോട് മെസ്സഞ്ചറിലെ വോയിസിൽ തന്നെ പറഞ്ഞ്, പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്കെന്നെ വിമർശിക്കാനും ഞാൻ പറയുന്ന കാര്യത്തിൽ വിയോജിപ്പ് അടയാളപ്പെടുത്താനുള്ള അവകാശവും റൈറ്റും ഒക്കെ ഉണ്ട്, അതിലും ഞാൻ തർക്കം പറയുന്നില്ല. പക്ഷെ നീ ഇപ്പൊ എന്റെ മെസ്സഞ്ചറിൽ ചോദിച്ച അതേ പദം വെച്ചിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല. പക്ഷെ ഞാൻ ഇപ്പം തൽക്കാലം അതിന് പറയുന്നില്ല. കാരണം നീ വിചാരിക്കും നിന്റെ സംസ്കാരത്തിലേക്ക് കൂടി വന്നതാണ് ഞാൻ എന്നുള്ള ചിന്ത അങ്ങേക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുക. പക്ഷെ എനിക്ക് ചില ഘട്ടങ്ങളിൽ ആ സംസ്കാരം മാറ്റിവെച്ച് നിന്നാക്കണം തറയാവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാവാൻ എനിക്കൊട്ടും മടിയുമില്ല. പക്ഷെ ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ക്ലിപ്പ് പൂർണ്ണമായി കേട്ട് വന്നതിന് ശേഷം നീ നിന്റെ പറയുന്ന ആ വാക്കപടി ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പുള്ളിയുടെ പേര് ഞാനിപ്പം മറന്നുപോയി, കേട്ടാ? അതുകൊണ്ട് ഞാൻ ആ പുള്ളിയോടും പറയാം, എനിക്ക് എന്റെ മുമ്പിൽ ഒരു നേതാവും ഇല്ല.
പിന്നെ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി ചവിട്ടും കുത്തും വലിയും കിട്ടുന്ന പാവങ്ങളെ ചേർത്ത് നിർത്തുന്ന നേതാക്കന്മാർക്ക് ഞാൻ പിന്തുണ അർപ്പിക്കാറുമുണ്ട്. അല്ലാതെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അവരെ ഗ്രൂപ്പ് വളർത്താനും വേണ്ടിയിട്ടും ചില കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, എന്റെ ബോധ്യത്തിനകത്ത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ ഉടയ തമ്പുരാൻ വന്ന് ഭൂമിയിൽ ഇറങ്ങി നിന്നാലും പറയേണ്ടത് പറഞ്ഞിട്ട് തന്നെ പോകും. അതിനുള്ള റൈറ്റ് ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചു, എനിക്ക് എന്റെ രാജ്യം തരുന്നുണ്ടോ? മനസ്സിലായ? അല്ലാതെ അവനൊക്കെ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. മനസ്സിലായിട്ടില്ലേ? എനിക്കൊരൊറ്റ മുഖേ ഉള്ളൂ, ഇതാ ഈ മുഖേ ഉള്ളൂ എനിക്ക്. മനസ്സിലായ? അതുകൊണ്ട് ആ മെസ്സഞ്ചറിൽ വന്നിട്ട കമന്റുകൾക്കും കൂടിയുള്ള മറുപടിയായത് കേട്ടാ. ഓക്കെ, പിന്നെ ഒരു 100-200 മെസ്സഞ്ചറിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. നല്ല ഹാപ്പിയായി സന്തോഷമുള്ള, വളരെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മൂവർണ്ണത്തിൽ ചാലിച്ച 1000 വിപ്ലവ അഭിവാദ്യങ്ങളും നേരുന്നു. ഓക്കെ, സുഖയില്ല, പൈങ്കിളി കഥ കേൾക്കാൻ എന്താ ഇഷ്ടം എന്നറിയാം ഇവറ്റകൾക്ക്. നല്ല ലിക്കിളിപ്പെടുന്ന കഥകൾ വോയിച്ച് താ പുറത്ത് വിട്ടു, ഇതാ അവിടെ നിന്ന് കിട്ടി, ഇതാ ഇവിടെ നിന്ന് കിട്ടി എന്നാക്കിയിട്ട് ആ മലമുറിക്കാരന്റെ ചാനല്. അവർക്ക് കോൺഗ്രസിനോട് പകയുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാം, പ്രത്യേകിച്ച് രാഹുൽ മാക്കോട്ടത്തിനോട്. അവര് പാലക്കാട് പോയിട്ട് ഒരു ഉണ്ടാക്കാൻ നടന്നല്ലോ കോൺഗ്രസിനാ, എടുക്ക കിട്ടിയതാ എന്നാ പറഞ്ഞ അവതാരകനുണ്ടല്ലോ, എന്നതിന്റെ പേര് ജോഷിപ്പാല. അപ്പൊ അതിന്റെ പ്രതികാരം അവരെ മനസ്സിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മനസ്സിലായി അവരിങ്ങനെ ഈ വേട്ടയാടാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ വെത്തകൾക്കില്ലാണ്ട് ആർക്ക് നമ്മളെ നേതാക്കന്മാർക്ക്. മനസ്സിലായ? മറ്റന്നാ ഇത് തെറ്റ് ചെയ്തിട്ടെങ്കിൽ രാഹുൽ ഒറ്റക്കൊന്നുമല്ലല്ലോ, അപ്പുറം പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടിയൊക്കെ 2-3 വർഷങ്ങൾ ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടാകുക അല്ലേ? ഏകപക്ഷീയമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൽ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയോ? ബലാത്സംഗം ചെയ്തോ? ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ അതൊന്നും ഇല്ലാതെ കാലത്തോളം ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? ഞാനെങ്ങനെ കണക്കാക്കുന്നു കേട്ടാ. ഇതൊന്നും വലിയ ക്രിമിനൽ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ചില മാധ്യമങ്ങൾ ക്രിമിനൽ കുറ്റത്തിന് സമാനമായ കാര്യങ്ങളാണ് ഇത് ചെയ്തു വെച്ചത് രാഹുൽ മാക്കൂട്ടത്ത് എന്നൊക്കെ അങ്ങ് വലത്തുന്നാണ്ട്, പുളുത്തുന്നാണ്ട്, വാലടിക്കുന്നാണ്ട്. എന്ത് ക്രിമിനൽ കുറ്റ? എന്തേ ബലാത്സംഗം ചെയ്താണോ? പിടിച്ചുകൊണ്ടുപോയോ മാധ്യമങ്ങളെ? എടാ ഞാൻ ചോദിക്കട്ടെ, 3.5 വർഷക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിച്ചിട്ടുണ്ടാവാം. ഉണ്ടെങ്കിലാ പറയുന്നത്, ഉണ്ടെങ്കിൽ. അതില്ലാതെ എന്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ തന്നെയാ പറയുന്നത്. അത് സ്വാഭാവികല്ലേ? 10-30 വയസ്സുള്ള ഒരു യുവാവല്ലേ അവന്, അതെല്ലാം ഉണ്ടാവും സ്വാഭാവികം. പിന്നെ ഗർഭചിത്രം അവൻ അലസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതങ്ങനെ ഭയങ്കരമല്ലേ? ഒരു സ്ത്രീ അനുവദിക്കുന്ന മാനസിക വ്യവസ്ഥ അറിയുക. എന്താണോ പുരുഷന്മാർക്ക് മാനസികത്തിന്റെ വിഷയമൊന്നും ഉണ്ടാവത്തില്ലേ? അറിയില്ലേ? പിന്നെ ഈ പറയുന്ന ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞ് 10-20-22 വയസ്സായ സ്ത്രീയല്ലേ? ഇത് പോകുമ്പോ ആലോചിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് അവനത് പറഞ്ഞിട്ടുണ്ടാവാം. ഉണ്ടെങ്കിലാ പറയുന്നത്. അതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. നിങ്ങൾ അറിയോ നാണം കെട്ട മാധ്യമങ്ങളെ? നിങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ വിഷയങ്ങളുണ്ട്. 8ഉം 8ഉം തിരിയാത്ത ഒരു 9 വയസ്സും 13 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ പാലക്കാട് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ കഥകളില്ലേ? ഇല്ലേ? അന്ന് നിങ്ങൾ വെട്ടിയിട്ടില്ല, വറച്ചിട്ടില്ലല്ലോ. വറച്ചിനോ? ആ കുഞ്ഞുങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ ക്രൈമിലായി അകപ്പെട്ട് ജയിലിൽ കിടന്ന നാറികൾക്ക് ജാമ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പണിപ്പെട്ട ഒരു ഗവൺമെന്റ് അല്ലേ കേരളത്തിൽ ഫോം ചെയ്യുന്നത് അല്ലേ? അവരിപ്പം നാട്ടിനകത്ത് വിലസി നടക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ചെയ്തു വെച്ചത് എന്താ? ആ 2 കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാതെ ആ അമ്മയാണ് ആ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊടുത്തത് എന്നുള്ള വാർത്ത വരെ നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഏതോ ഒരു CBI അത് എഴുതി ചേർത്തൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അന്നേരം എന്താ സ്ത്രീക്ക് മാനസികാവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലടോ? ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ വലിയ സ്ത്രീയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണ്ടേ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോ, പിന്നെ അത് മാത്രമല്ല ആ ചാറ്റിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്ക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീ അപ്പുറം മറുതലക്കുന്ന എന്താ ഇങ്ങോട്ട് പറയുന്നത്? അതിന്റെ ആവശ്യമില്ല എന്നും കൂടി പറയുന്നില്ലേ മാധ്യമ ചെറ്റകള്? എന്തേ നിങ്ങൾക്കത് വലിയ ഹൈലൈറ്റ് ആക്കി കൊടുക്കാൻ പറ്റാത്തത്? എന്തേ ഫ്ലാഷ് ന്യൂസ് ആക്കി കാണിക്കാൻ പറ്റാത്തത്? നട്ടലുള്ള ഒരുത്തന്റെ വാക്കല്ലേ അത്? അല്ലേ? കൈ കഴിഞ്ഞിട്ടില്ലല്ലോ.
നിങ്ങൾ ഞെട്ടി വിറച്ചു കോരിത്തരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആര് വെട്ടിത്തെറിക്കാന്? ആര് കോരിത്തെറിക്കുക? എന്ത് കേരളം ഞെട്ടുക? ഇതിനേക്കാളും എത്ര വലിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിനകത്ത്. സ്വന്തം പാർട്ടി ഓഫീസിനകത്ത് ഒരു നേതാവിന്റെ മകള് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തേ നിങ്ങൾക്ക് ഇത്ര ആവേശപരമായിട്ട് കൊടുക്കാൻ കഴിയാത്തത്? രാഹുലിന്റെ പിറകിൽ മണപ്പിച്ച് നടക്കുമ്പോ അവിടെയൊന്ന് മണപ്പിക്കാൻ നോക്ക്. ഇവിടെ രാഹുലിന്റെ എന്താ മുല്ലപ്പൂവാ മണക്കുന്നത്, അപ്പുറം മറ്റേ വേറെ കാഷ്ടത്തിന്റെ മണം വരും അല്ലേ? അപ്പൊ അത് അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ ഈ മുല്ലപ്പൂ മണപ്പിച്ചങ്ങ് നടക്കാന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കൊടുക്കുന്നത്. എടാ, നിങ്ങൾ 35 വർഷമായി ദേശീയ തലത്തിൽ തൊട്ടിട്ട് കോൺഗ്രസിന്റെ പിറകെ ഇങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട്. കോൺഗ്രസ് ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ഗ്രാമാന്തരങ്ങളിൽ ആ കോൺഗ്രസിന്റെ ആത്മാവ് കിടക്കുന്നത്. നിങ്ങൾ 1000 വട്ടം തപസ്സിരുന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിന്റെ ഇല്ലാ കഥകൾ പറഞ്ഞാലും അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കിക്കോ കേട്ടാ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്നേ ചരിത്രത്തിന്റെ ഭാഗമാകേണ്ട കാലം കഴിഞ്ഞില്ലേ? ഏതൊക്കെ വിധത്തിൽ ഞങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പൊ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റ് പോലും ഞങ്ങളെ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടില്ലേ? എന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ കുലുക്കം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. എന്നാ ചോദിക്കും, നിങ്ങൾ എവിടെയാ വിജയിച്ച് വരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ടും ചോദിച്ചേക്കാം. ജനാധിപത്യത്തെ വ്യഭിചരിച്ചിട്ടാണ് മറ്റുള്ള പാർട്ടികൾ വിജയിക്കുന്നത്. കോൺഗ്രസ് അതിന് നിന്നിട്ടില്ല. മനസ്സിലായ? കോൺഗ്രസ് ജനാധിപത്യത്തിൽ വിശ്വസിച്ച ജനാധിപത്യത്തെ ബോധത്തിൽ തന്നെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് നേരായ വഴിയിലെ കൂടി വരാൻ വേണ്ടിയാണ്. അതാണ് ഞങ്ങളെ രാഹുൽ ഗാന്ധി ഇപ്പം ബീഹാറിലെ കൂടി ആ മനുഷ്യൻ ഈ മഴയത്തും വെയിലത്തും അതുകൊണ്ട് ആ നാടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? അല്ലാതെ വെറും പുളുവടിച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. ഫെഡറൽ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി അത്തരം പവർഫുൾ പാർട്ടി ലീഡേഴ്സ് ഉള്ള പാർട്ടിയായത്. അപ്പൊ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള പെണ്ണുങ്ങളെയും മറ്റവരെയും കൊണ്ട് അങ്ങ് ഇറക്കും, ആരുടെ അച്ചാരം വാങ്ങിച്ചിട്ട്. അതിന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ പറഞ്ഞല്ലോ, ചില പാർട്ടിക്കകത്തുള്ള പുഴുക്കുത്തുകളും ഉണ്ട്, പരസ്പരം പാരവെക്കുന്ന. അതും അങ്ങ് ഏറ്റുപിടിക്കും. അതേ പാർട്ടിക്ക് സംഭവിക്കുന്നുള്ളൂ, വേറൊരു സംഭവം. ഇതൊക്കെ ഇവർ പറയുമ്പോഴും സാധാരണ പ്രവർത്തകരില്ലേ, 1 രൂപന്റെ വെള്ളം കുടിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി മരിച്ച് പണിയെടുക്കുന്ന ഇവരൊക്കെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഓരോരോ വീടാന്തരം കുന്നും മലയും ചവിട്ടിക്കയറി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരില്ലേ, അത് ഇന്നും കോൺഗ്രസിനകത്തുണ്ട്. അവരായി പാർട്ടിന്റെ ഐശ്വര്യം, അവരായി പാർട്ടിന്റെ കരുത്ത്. മനസ്സിലാക്കിക്കോ കേട്ടാ. അതും മനസ്സിലാക്കി നിങ്ങൾ. ഏറെ കേരളത്തിനകത്തുനിന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അതൊന്നും പറയണ്ട. ഇയാളെ തേർന്നേറ്റ ഇങ്ങ് വരും. മാക്കൂട്ടത്തിന്റെ വീട് പരാതികൾ ഒരു വരിയായി വരുന്നു. ആയിക്കോട്ടെ, 50,000 പരാതി വന്നോട്ടെ. ഇവിടുത്തെ പ്രശ്നം കൊടുക്കട്ടെ പരാതി. ഫൈസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലേ? തെറ്റാണെങ്കിൽ ഞങ്ങൾ ശിക്ഷ വാങ്ങിച്ചോളാന്നേ. നിങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന കഥ ഉണ്ടല്ലോ, സെക്സിനെ വെല്ലുന്ന കഥ, അത് നിങ്ങൾ ഉണ്ടാക്കും. കാരണം നിങ്ങൾക്ക് റൈറ്റും കൂടി കൂട്ടണം ചാനലിന്റെ. അതങ്ങനെയാണല്ലോ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തും ആ മനുഷ്യനെ വേട്ടിയാടിയത്. ഞങ്ങളൊക്കെ കണ്ടതല്ലേ അല്ലേ? ഇതാ മറ്റേ ഇവന്റെ ഒരു ക്ലിപ്പ്, മറ്റേ എന്താ പറയാ, മാധ്യമങ്ങൾ വരിയായിട്ട് കോയമ്പത്തൂരേക്ക് പോയി ഇത് അതിന്റെ CD ഉണ്ടെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ മുൻമുന്നിൽ അന്ന് കുറെ അന്തം കമ്മികള് പണിക്ക് വരെ പോകാണ്ട് ടിവിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അവസാനം 6 മണിയാകുമ്പോ എന്താ നിങ്ങൾ കാണിച്ച്? അതിന്റെ അകത്ത് ആ കൂട്ടിക്കൊണ്ടുപോയ എന്താ രാധാകൃഷ്ണൻ, അവന്റെ മണങ്ങിക്കേണ്ട അവന്റെ കുണ്ടി കാണിച്ചു കൊടുത്ത്. കെസറ്റ് കിട്ടിയോ? കിട്ടിയില്ല. ഇതാ നിങ്ങളുടെ സ്ഥിരം പരിപാടി. ഇത് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം, സാധാരണക്കാർക്ക് അറിയാം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിന് നേരെ വരണ്ട. നിങ്ങൾ എന്തും അഴിച്ചു വിട്ടോ, എന്തും പറഞ്ഞോ, ഒരു തർക്കവും ഞങ്ങൾക്കില്ല കേട്ടാ. ഈ ലൈവ് അങ്ങ് ബെയിൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. പിന്നെ എന്നെ തെറ്റിദ്ധരിക്കുന്ന പിന്നെ തെറ്റിദ്ധാരിക്കുന്നവരെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് സ്വയം മാറിയെടുക്കണം. പക്ഷെ എങ്കിലും എന്റെ വിഷമത്തിലും പ്രയാസത്തിലും എന്റെ കൂടെ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരോട് മാത്രമേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. വിമർശിക്കുന്നവരും തെറിയുന്നവരും അപ്പടി തുടരട്ടെ, അത് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും അലോസരമോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്റെ മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കൃത്യമായിട്ടുള്ള മറുപടി പറയാം. അല്ലാതെ എനിക്കാരോടും വ്യക്തിവിദ്വേഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ അമിതമായിട്ടുള്ള ഒരു സ്നേഹവും ഒരു നേതാക്കന്മാരോടും ഇല്ല, എന്ന വിദ്വേഷവും ഇല്ല. പക്ഷെ ഞാനൊരു കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്ന കാലത്തോളം പ്രസ്ഥാനത്തിന് എതിരാകുന്ന തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി, അതും ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനം കൊണ്ട് 2 തലമുറ ജീവിക്കാനുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഉണ്ടാക്കി വെച്ചവരാ ഇത് പറയുന്നത്.
നേരെ മറ്റൊരു സാധാരണ പ്രവർത്തകനാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ തരത്തിൽ കണക്കൂട്ടാം. ഇതല്ല. ഇത് കിട്ടേണ്ട സ്ഥാനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ എല്ലാം നേടിയെടുത്ത് ഇനി മരണം വരെ എനിക്ക് സ്ഥാനങ്ങൾ തന്നെ വേണം എന്ന് ശാഠ്യം പിടിച്ച് ഈ വളർന്നു വരുന്ന യുവ നേതാക്കന്മാരെ തളർത്താൻ വേണ്ടി നോക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയും. അത് നാളുകളിലും പറയും. ഓക്കെ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനോവിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ല എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിൽ വന്നാൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയവും സന്ദർഭവും ഒഴിവും നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി തരും. ഓക്കെ, അല്ലാതെ മറ്റ് കമന്റുകളാണ് പാവും കാവും കൂട്ടിയിട്ടാണെങ്കിൽ അതിവിടെ ഇട്ടോ. ഓക്കെ, അതിനൊന്നും തർക്കമൊന്നുമില്ല. ഓക്കെ, ഏതായാലും എൻ്റെ ലൈവ് ശ്രദ്ധിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞ, അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, അവർക്കൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞ 1000 നന്ദിയും കടപ്പാടും അറിയിച്ചോടുകൂടി തന്നെ ഞാൻ എന്താണോ എൻ്റെ നിലപാട്, ആ നിലപാട് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിത് നിർത്തുന്നു. സത്യം വിജയിക്കട്ടെ, രാഹുൽ മടങ്ങി വരട്ടെ, പ്രസ്ഥാനത്തിന് കരുത്ത് പകരട്ടെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.